എല്ലാ അനുഗ്രഹങ്ങളുടെയും റൂട്ട് എന്ന് പറയുന്ന കുടുംബജീവിതം. അത് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മൾ ഫെയിലിയറാണ്. അതായത് ഞങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ സഭായോഗത്തിൽ പോകണ്ട, കടല വാങ്ങിച്ചുകൊണ്ട് പാർക്കിൽ പൊക്കോളം പറയും. അതായത് സോൾവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതാണ് അതിന്റെ അത് നല്ല കാര്യമാണ്. കാരണം അത് സ്വന്തം വീട് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചർച്ച നോക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ക്രിസ്തുവിലും ജീവിക്കാം, ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കാം. ഓക്കെ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും എന്ന് പറയുമ്പം പേരിന് ക്രിസ്ത്യാനിയായിട്ട്, പക്ഷെ ആ ഒരു ഫെയ്ത്ത് കർത്താവുമായിട്ടുള്ളൊരു റിലേഷൻ, അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നത്. ഹാലേലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ളത് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്ന് ബ്രദർ ജിജോ തോമസ് കാവുങ്കൽ, വൈഫ് സിസി തോമസ്, മക്കൾ സേറ, ജെയ്സൺ, ഡാൻ, ഫെയ്ത്ത് എന്നിവരാണ്. സ്വാഗതം ചെയ്യാം ബ്രദർ ജിജോ തോമസ് കാവുങ്കൽ, സിസി തോമസ്. എത്ര വർഷമായി നിങ്ങൾ നോർത്തേൺ അയർലൻഡിൽ എത്തിയിട്ട്? ഞങ്ങൾ സിസ്റ്ററെ നോർത്തേൺ അയർലൻഡ് ഞാനാണ് ആദ്യമേ പോകുന്നത്. 2003 തൊട്ട് നോർത്തേൺ അയർലൻഡിൽ ജോലിയോടുള്ള ബന്ധത്തിലാണ് പോകുന്നത്. അതിനുശേഷം 2 പതിറ്റാണ്ടിലായി നോർത്തേൺ അയർലൻഡിൽ കർത്താവിൻ്റെ വേലയോടൊപ്പം ജോലിയിലും മറ്റു കാര്യങ്ങളുമായിട്ട് അവിടെ കർത്താവ് നിർത്തി അതിശയമായ കർത്താവ് നടത്തുന്നു. സാമൂഹിക സേവന രംഗത്തും മാനസികാരോഗ്യ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. അത് വിശദമായിട്ട് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായും. മാനസികാരോഗ്യ രംഗത്തെന്ന് പറയുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നഴ്സിംഗ് ആണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറായി വർക്ക് ചെയ്യുന്നു. അതാണ് മാനസിക മേഖലയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ GP ഫെഡറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ദൈനംദിന മാനസിക സമ്മർദ്ദങ്ങളുള്ളവരെ ആദ്യമേ കാണുന്നത് അവിടെ പ്രൈമറി ലെവൽ എന്ന് പറയും, പ്രൈമറി കെയർ എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് ഒരു മാനസിക പ്രശ്നം അതെന്തുവാകാം, ഒരു മാനസിക രോഗം തൊട്ട് അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ എന്തുവാകാം, അങ്ങനെ നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത് നമ്മുടെ ഇവിടെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനറൽ പ്രാക്ടീഷണർ GP വിളിക്കുന്നത്. അപ്പോൾ GP വിളിക്കുമ്പോൾ GP നമുക്ക് റെഫർ ചെയ്യും, നമ്മൾ പേഷ്യൻറ്റിനെ കാണും. അപ്പോൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും കടന്നു വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്നു. ദിവസം ഒരു 10-15 പേരെ 10 to 15 പേഷ്യൻസ് പെർ ഡേ നമ്മളിങ്ങനെ കാണാറും അത് കൗൺസിൽ ചെയ്യുകയും അവരെ സൈൻ പോസ്റ്റ് ചെയ്യുകയും വേണ്ട ഹെൽപ്പുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മാനസിക ആരോഗ്യ രംഗത്ത്. സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ആയിരിക്കുന്നത് ഹെവൻലി ഫീസ്റ്റ് നോർത്തേൺ അയർലൻഡ് ചർച്ചിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ പ്രൊഫഷൻ ഹെൽത്ത് കെയർ ആണ്, ബട്ട് എൻ്റെ പാഷൻ ആണ് ക്രൈസ്റ്റ്. അപ്പോൾ അത് രണ്ടുകൂടെ മാച്ച് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ അത് സാധ്യമാണ്. ഹെവൻലി ഫീസ്റ്റിൻ്റെ പാസ്റ്ററാണോ? ഹെവൻലി ഫീസ്റ്റ് നോർത്ത് അയർലൻഡിൻ്റെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കർത്താവ് അതിലോട്ട് കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. ഞാൻ 1ാം തലമുറ വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ 2003 എൻ്റെ ജോലി സംബന്ധമായി ഞാൻ UK പോകാനിരുന്ന സമയത്ത് എൻ്റെ വിസ റിജക്റ്റ് ആവുകയും എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിസ റിജക്റ്റായി. എൻ്റെ കൂടെയുള്ളവരെല്ലാം പോവുകയും എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ എന്നോട് എൻ്റെ വീട്ടിൽ പറഞ്ഞെങ്കിൽ ഹെവൻലി ഫീസ്റ്റിൽ സ്വർഗീയ വിരുന്നിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് അവിടെ ചെല്ലുമ്പോൾ 10,000 ആൾക്കാർ അവിടെ ടെൻറ്റിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എവിടെ? കോട്ടയത്ത്. അവിടെ ആൾക്കാർ വരുന്നു, ഒരു വഴിയെല്ലാം ബ്ലോക്ക്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഞാനവിടെ പോയി ഒരു തൂണെ ചാരി ഇങ്ങനെ 2003 സെപ്റ്റംബറിൽ നിൽക്കുക. അപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ കർത്താവിൻ്റെ ദാസൻ തങ്കുവേറും തോമസൊട്ടിയോർ വന്നുണ്ട്. 2 പേർക്കും എന്നെ അറിയത്തില്ല, എനിക്ക് അവരെ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുക, നീ ഇന്ന് തകർന്നവനായിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത്, നിന്നെ കർത്താവ് കാണും, നിനക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കും. ഞാൻ മനസ്സിൽ പറഞ്ഞു, എത്ര പേരിവിടെ തകർന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അടുത്തത്, നീ ഒരു വിസയോ ജോലിയുടെ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും അതിനും കർത്താവ് അത്ഭുതം ചെയ്യും. ഇന്നേക്ക് 30 ദിവസത്തിനകം നീ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നു. ഞാൻ അന്നേരം മനസ്സിൽ പറഞ്ഞു, ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നതിൽ ആരോട് വേണമല്ലോ. പിന്നെ തങ്കുവർ പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് ഒരു ആമേൻ പറഞ്ഞാൽ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്നു. അപ്പം കരമുയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിക്കാൻ ഒരാമേൻ പറയാമെന്ന്. നമ്മളെ സംബന്ധിച്ച് കരമുയർത്തുക എന്നും കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഇങ്ങനെ കൈ പൊക്കി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇങ്ങനെ പൊക്കിയാലും കർത്താവ് കാണും.
നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് കാണുന്നത്. അപ്പൊ ഈ ഹെവൻലി ഫീസ്റ്റ് പോകുന്നതിന് മുമ്പ് ആ ഏത് ചർച്ചിലായിരുന്നു? ഹെവൻലി ഫീസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്നാനപ്പെട്ടത് അവിടെയാണ്. അപ്പോൾ ഈ എൻ്റെ അവസ്ഥയിൽ എനിക്ക് ആ പോകാഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു നാണക്കേട് വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയില്ല. പിന്നെ ഇങ്ങനെ പോയി. അപ്പോൾ തന്നെ ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ക്യാൻസർ സൗഖ്യമാകുന്നു, അൺയൂഷ്വൽ മിറക്കിൾസ്, ക്രിയേറ്റീവ് മിറക്കിൾസ്, ഇതൊക്കെ നടക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ എങ്ങനെയും എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകണം, കാരണം കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് യേശു വിശ്വാസമുണ്ട്, കർത്താവിൽ വിശ്വാസമുണ്ട്, അത്ഭുതം ചെയ്യുമെന്ന് നമുക്കറിയാം. ജനിച്ചു വളർന്ന ബന്ധകോസ്തലായിരുന്നു? അല്ല, ജനിച്ചു വളർന്നത് പെന്തക്കോസ്ത് ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഓക്കെ. അതെ. അപ്പം അങ്ങനെ അവിടെ പറഞ്ഞു 30 ദിവസം ഞാൻ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ അതും പറഞ്ഞ് ഇങ്ങനെ കൈ നോക്കിയിട്ട് ആരും കാണുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി. 30 ദിവസത്തിനകം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വർക്ക് പെർമിറ്റ് വരിക. അങ്ങനെ ഞാൻ UK കടന്നു ചെന്നു. UK ചെന്നു, ബെൽഫാസ്റ്റിലായ്മ ചെല്ലുന്നത്. അപ്പം പണ്ടത്തേക്കാൾ ബെസ്റ്റായ ഒരു വഴി, എല്ലാം കൊണ്ടും നല്ലൊരു ജോലിയെല്ലാം ഉണ്ട്. ഞാൻ അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല, ബാച്ചിലറാണ്. അവിടെ ചെന്നു. 2005 ഞാൻ വിവാഹം കഴിഞ്ഞു. അവിടെ ചെന്നു ഞാൻ സ്വർഗീയവിരുദ്ധം മറന്നുപോയി, കർത്താവ് മറന്നുപോയി, നോർമൽ ലൈഫിലോട്ട് വന്നു. കാരണം കാര്യം നടന്നല്ലോ, നടന്നു. ഇനിയിപ്പം എന്നോ സ്വർഗീയവിരുന്ന് എന്നെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ സാധാരണ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന കൂട്ടായ്മ പോവുകയും എന്നെ പറഞ്ഞ ഒരു റിച്വലായിട്ട്, ഒരു ചടങ്ങായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകും വരും എന്നല്ലാതെ പിന്നെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നല്ലാതെ ഒരു ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. വിശ്വാസിയാണ്, പുറമെ നോക്കിയാൽ ഈസ് എ ഗുഡ് പേഴ്സൺ, വിശ്വാസിയാണ്, പക്ഷെ ദൈവവുമായിട്ടൊരു ബന്ധം, കണക്ഷൻ ഇല്ല. ഐ എം നോട്ട് കണക്റ്റഡ് ടു ഗോഡ് അറ്റ് ഓൾ. അങ്ങനെ ഇത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. സേറ മോളുണ്ടായി. ഇവർക്ക് 6 months കഴിഞ്ഞപ്പോഴത്തേക്ക് നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് ഓഫ് എക്സിമ. അപ്പം ആണ് തോമസ് ഒറ്റുവേർ ലണ്ടനിൽ വരുന്നൊരു പരസ്യം കാണുക. അപ്പോൾ എനിക്ക് പഴയ സാധനം എൻ്റെ ഉള്ളിൽ കയറി. ഏത് അന്ന് പ്രാർത്ഥിച്ചപ്പം കാര്യം നടന്നല്ലോ, അപ്പോൾ ഈ പുള്ളി ഇവിടെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനും അവിടെ വന്നിട്ട് സഹോദരന്മാരെ കൂടി തോമസ് ഒറ്റുവേറിനെ വിളിക്കുക. തോമസ് ഒറ്റുവേറും കർത്താവിൻ്റെ ഹസ്ബൻഡ് റെജി ബ്രദറും കൂടെ ബെൽഫാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ തോമസ് ഒറ്റുവേർ എന്നോട് ദൂത് പറഞ്ഞു. ബ്രദർ ഇവിടെ വന്നത് ബ്രദറിനെ ജോലിക്കാർ വിട്ടതല്ല, ജോലി ചെയ്യുമായിരിക്കും, പക്ഷെ ദൈവത്തിനൊരു പദ്ധതിക്ക് വേണ്ടി വിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം പിന്നെ പറഞ്ഞു, പിന്നെയെന്ന് മനസ്സിലൊരു തോന്നലുണ്ടായി. ശിവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇച്ചിരി ആശ്വാസമൊക്കെ ആയി. പക്ഷേ ഈ രോഗം കണ്ടിന്യൂ ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസത്തിൽ ഇച്ചിരി വർദ്ധിച്ചു. ശിശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ദൈവമുണ്ടെന്നും ഞങ്ങളപ്പോഴത്തേക്ക് തോമസ് നിങ്ങൾ ഇന്ന് കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, സിസിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? മീൻസ് ഇപ്പം പറഞ്ഞല്ലോ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കാരണം ഹെവൻലി ഫീസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു. സിസിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ ഭവനത്തിലായിരുന്നു. ചെറുപ്പം മുതലേ യേശുവിനെ അറിയാം, യേശുവിനെ രക്ഷിതാവും കർത്താവും ആയിട്ട് സ്വീകരിച്ച് അങ്ങനെ വളർന്നു വന്നൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വളർന്നത്. പക്ഷേ വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നീടാണ് ഞാൻ ഇപ്പോൾ അതിന് മുഖാന്തരമായത് കുഞ്ഞിൻ്റെ അസുഖം. അതെ. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കുഞ്ഞിന് സൗഖ്യം കിട്ടുമെന്ന് പൂർണ്ണ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് അന്നും വിശ്വാസമുണ്ട്. പക്ഷെ ആ ഒരു വിശ്വാസത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ഏതൊരു കാര്യത്തിനായാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ക്രിസ്തുവിലും ജീവിക്കാം, ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കാം. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും എന്ന് പറയുമ്പം പേരിന് ക്രിസ്ത്യാനിയായിട്ട്, പക്ഷെ ആ ഒരു ഫെയ്ത്ത് കർത്താവുമായിട്ടുള്ളൊരു റിലേഷൻ, അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. അപ്പം മോൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം കർത്താവ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആഴമായൊരു വിശ്വാസത്തിലോട്ട് എന്നെ നയിക്കുകയായിരുന്നു ശരിക്കും. ഇന്നിപ്പോൾ എനിക്ക് ധൈര്യത്തോടെ ഒരു കാര്യം ബോൾഡായിട്ട് പറയാൻ പറ്റുന്നത്, എന്തെൻ്റെ പ്രശ്നം, എന്ത് കാര്യം എൻ്റെ മുമ്പിൽ വന്നാലും എനിക്ക് ഉറപ്പുണ്ട് കർത്താവാണ് അതിൻ്റെ കൺട്രോള്. അതുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല ഒന്നിലും. അതിനൊരു സൊല്യൂഷൻ കർത്താവ് കണ്ടിട്ട് ഉണ്ട്. അതിനോടുകൂടെയുള്ള നീക്കുപോക്കുകളും കർത്താവ് തന്നിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞു. തോമസ് പറഞ്ഞു, ബ്രദറെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പദ്ധതികളാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു സുവിശേഷ മിഷണറി കുടുംബമാണ് നിങ്ങൾ.
പക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാക്ക് കേട്ട് ഞങ്ങൾ 2 പേരായിട്ടൊരു വീട്ടിൽ കൂടി. അന്ന് എനിക്ക് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒരു വാക്യം വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കൂടിയ സമയത്ത് ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കാനും മെസ്സേജ് എടുക്കാനും ഒരാളെ കൊണ്ടുവരുമായിരുന്നു. പുറത്തുനിന്ന് ആളെ വിളിച്ചു? പുറത്തുനിന്ന് ഒരു വിശ്വാസിയായ ഒരാളെ. ഓക്കെ. പക്ഷെ അദ്ദേഹം വന്ന് വിശ്വാസകാര്യമൊക്കെ പറയുന്നു പറഞ്ഞാലും നമുക്കെന്തോ ഒരു എവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. അദ്ദേഹം വന്ന് പഠിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് പോയിൻ്റൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ ഞങ്ങളായിട്ട് വചനം പഠിക്കാൻ തുടങ്ങി, കർത്താവ് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ 2 പേരായിട്ട് തുടങ്ങി, അവിടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആരുമില്ല, എല്ലാവരും നമുക്കെതിരായി. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ അവരും എതിരായി. കാരണം ഇവരെന്താ ചെയ്യുന്നത്? പക്ഷേ അത് കർത്താവ് പറഞ്ഞൊരു കാര്യം തങ്കൂറിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു. നമ്മളൊരു ചർച്ചിൽ നിന്നും നല്ലൊരു വിശ്വാസത്തിൽ നിൽക്കുന്നവരെ പിടിച്ചുകൊണ്ട് വരരുത്. പക്ഷെ നമ്മൾ ഇറങ്ങിച്ചിരുന്ന കർത്താവ് പറഞ്ഞേക്കുന്നത് ഗ്രേറ്റ് കമ്മീഷൻ, ഗോ അൺ ടു ദ എൻഡ്സ് ഓഫ് ദ വേൾഡ്, മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. എന്നിട്ട് പറഞ്ഞിരിക്കുക, ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് ദ ഏജ്. ഞാൻ നിങ്ങളുടെ കൂടെ ലോക അവസാനത്തോളം കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് വന്നാൽ വലിയൊരു ഉറപ്പുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഐ എം കോൺഫിഡൻറ്റ് ഓഫ് ദ വെരി വെരി വൺ തിങ്, ദ വൺ ഹു ഹാസ് സ്റ്റാർട്ടഡ് ദറ്റ് ഗുഡ് വർക്ക് ഇൻ മീ ഹി വിൽ കീപ് മീ ടിൽ ദ എൻഡ് ഓഫ് ക്രൈസ്റ്റ്. ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കയറി. എന്ത് വന്നാലും നമുക്ക് ക്രിസ്തുവിലുള്ള ധൈര്യം. സിസി പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കാം, ക്രിസ്തുവിലും ജീവിക്കാം. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഭാരം വരും, ടെൻഷൻ വരും, ഫീലിങ്സ് വരും. പക്ഷെ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ടു സ്ട്രെങ്തൻസ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ സാധിക്കും. അങ്ങനെ സിസ്റ്ററെ ഞങ്ങൾ കൂടി വന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ കാണാൻ തുടങ്ങി. ഈ തുടക്കത്തിൽ ഒരു ചേർച്ചിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. തുടക്കത്തിൽ അവിടെ നമ്മളൊരു കൂട്ടായ്മ ശനിയാഴ്ചകളിലാണ് കൂടിയത്, ഒരു വീട്ടിലാണ് കൂടിയത്. അത് 2 പേരായി 3 പേരായി. അപ്പോൾ തകർന്ന മദ്യപാനികൾ വിടുവിക്കപ്പെടുന്നു. മുമ്പേ പറഞ്ഞ സാമൂഹിക പ്രവർത്തനമൊന്നും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല. പക്ഷേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞ പോലെ ഈ സാമൂഹിക പ്രവർത്തനം ഇതിൻ്റെ കൂടെ അങ്ങ് ആഡായി. അപ്പം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് സുവിശേഷ വേലയിലും വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ തകർന്നിരിക്കുന്ന വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ഫുഡ് കൊടുക്കുക. അപ്പോൾ തകർന്നിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് സുവിശേഷം പറഞ്ഞതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഒരു കർത്താവ് ഉണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ, രോഗികളുടെ സൗഖ്യം, കുടുംബ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ. അങ്ങനെ കുടുംബങ്ങൾ തകർന്നവരും പ്രശ്നക്കാരുമായി ഇതിങ്ങനെ ആഡ് ചെയ്ത് വന്നു. കർത്താവ് ഇതിനെ ബിൽഡ് ചെയ്തു. ഇന്ന് അതിനകത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ ദിവസം തങ്കുവിൻ്റെ ഉള്ളിൽ കൊടുത്ത 8 ബില്യൺ സോൾസ്, അത് കേരളത്തിൽ തീരത്തില്ല, ഇന്ത്യ തീരത്തില്ല, ഏഷ്യ തീരത്തില്ല, ഹോൾ വേൾഡ്, ലോകം മുഴുവൻ. അതായത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പറയും. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെ കൂട്ടായ്മ ഒന്ന് ആളായി. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു സ്ഥലം വേണം. അപ്പോൾ കർത്താവ് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം എന്ത് കർത്താവിനെ നമുക്ക് വേണ്ടി കർത്താവ് വഴി ഒരുക്കും. ഞങ്ങൾക്കൊരു സ്ഥലം വേണം. ഞങ്ങൾ സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ച് ഞങ്ങളൊരു ദേവാസനമൊക്കെ ചെല്ലുമ്പോൾ ആ ദേവാസം പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ചർച്ചിലെ സീനിയർ പാസ്റ്റർ വന്ന് എന്നോടൊരു പ്രോഫസി പറഞ്ഞു, the seed of the seed is going to come and minister in this nation. You have to open the doors for them. അവിടുത്തുകാരൻ പാസ്റ്റർ അവിടുത്തെ അദ്ദേഹത്തിന് ജൂനിയർ പാസ്റ്ററോട്, അതും ആ നോർത്ത് കാനഡക്കാരൻ പറയുകയാണ്, the seed of the seed is going to come and minister in this nation. You have to open the doors for them. അതായത് ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും നമ്മുടെ നാട്ടിലോട്ട് ദൈവവചനത്തിൻ്റെ വിത്തുകൾ അവരോട് വന്ന് പാകി. അതിൻ്റെ വിത്തുകൾ തിരിച്ചു വരികയാണ്. അവർക്ക് നിങ്ങൾ വഴിയൊരുക്കണം. അദ്ദേഹം ആ ചർച്ച് തുറന്നു തന്നു, ബ്യൂട്ടിഫുൾ ചർച്ച്. അതിനകത്ത് ഞങ്ങളൊരു 10 വർഷത്തിൽ പ്ലസ് അവിടെ കൂടി. അവരുടെ അവിടുത്തെ ചർച്ച് അപ്പോസ്തോലിക് ചർച്ച്, പെന്റക്കോസ്റ്റൽ ഫെയ്ത്ത്. അവിടെ അവരിവിടെ അപ്പം തന്നെ കോട്ടയത്തെ തങ്കൂർ പ്രസംഗം ലോകരാജ്യങ്ങൾ ഉണർവ് കാണാൻ നമ്മുടെ നാട്ടിൽ വരുമെന്ന്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നുള്ളവർ ഇത് കാണാൻ കോട്ടയത്ത് വന്നു. ഇവിടുത്തെ ഉണർവ് കോട്ടയത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നപ്പോഴാണ് നമുക്ക് ഒരു ബബിളിനെ ഒരു ചർച്ചിൽ കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഗ്രൂപ്പ് നമ്പേഴ്സ് കൂടി.
10 ആയി, 20 ആയി, 50 ആയി, 100 ആയി, അങ്ങനെ. അപ്പോൾ നമുക്ക് അവിടെ കൂടാൻ പറ്റാത്ത നമുക്കൊരു സ്ഥലം വേണം. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങളൊരു സ്ഥലം അന്വേഷിച്ചു, നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരുമെന്ന് പറഞ്ഞു. എപ്പോഴും ഓർത്തോണം, നമ്മളെ നടത്തുന്നവരെ നമ്മൾ വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത്. ആ ദേവദാസൻ അനുഗ്രഹത്തോടെയാണ്. കാരണം അവരുടെ ചർച്ച അവർക്ക് കൂടാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി നമ്മൾ വേറെ സ്ഥലം നോക്കി. ഒരിക്കലും നമ്മളെ സഹായിച്ചവരെ, നമുക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞു തന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടത്തുന്ന ദൈവദാസന്മാരെ വേദനിപ്പിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ കിങ്ഡം പ്രിൻസിപ്പിളില്ല. നമ്മളെപ്പോഴും പറയും സീക്ക് ഫസ്റ്റ് ഈസ് കിങ്ഡം ആൻഡ് ഈസ് റൈച്ചസ്നസ് ദെൻ ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു എന്ന് പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. നമ്മൾ ഭടന്മാരാണ്. അപ്പം എല്ലാവർക്കും ചാടി വെടി വെക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഗെറ്റ് ദ ഓർഡർ ഫ്രം എബവ്. അത് ചെയ്താലേ അപ്പോൾ ആ കർത്താവായിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈനായി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് 2019 കോവിഡ് 1 ഇയർ ലോക്ക്ഡൗൺ ആയിരുന്നു. 2020 സ്ഥലം അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ ഒരു ചർച്ച്, ഒരു ഇംഗ്ലീഷുകാരുടെ ചർച്ച്, അത് നിയർലി ആളില്ലാതെ അവർ സർവീസ് പൂട്ടിക്കിടക്കുക എന്നല്ല, അവർ വല്ലപ്പോഴും കൂടും. കാരണം അവർക്ക് വേറെ ചർച്ചുള്ള കാരണം അവരവിടെ കൂടുക. ഞങ്ങൾക്കത് റെന്റിന്, ലീസിന്. അപ്പോഴത്തേക്ക് എത്ര പേരുണ്ട്? അപ്പോഴത്തേക്ക് 100 പേരടുത്തുണ്ട്. 100 പേരുണ്ട്. 100 പേരുണ്ട്. ഏത് വർഷത്തിലാണ്? അത് 2020. പിന്നെ ഇവിടെ ആൾക്കാർ അതിനോട് തന്നെ അവിടുത്തെ ഒരു കൾച്ചർ തോന്നി ആൾക്കാർ വരും, സ്നാനപ്പെടും, കർത്താവിനെ സ്വീകരിക്കും. അത് കഴിയുമ്പോൾ അവർ ചിലപ്പം പല സ്ഥലത്തോട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ അയർലൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോകും, ഇംഗ്ലണ്ടിൽ നിന്ന് വെയിൽസിൽ പോകും, ചിലപ്പോൾ ഓസ്ട്രേലിയക്ക് പോകും. സ്ഥിരമായിട്ട് ആളുകളില്ല. സ്ഥിരമായിട്ട് നാട്ടിലെ പോലെ അവർ പോകുമ്പോൾ അപ്പം ആൾക്കാർ സ്ഥിരമായിട്ടുള്ളവരുടെ കാര്യം ഇപ്പം. അപ്പം അതിനുമുമ്പ് ഒത്തിരി ആൾക്കാർ വരികയും കർത്താവിനെ സ്വീകരിക്കുകയും നമുക്ക് സുവിശേഷം പറയാൻ നല്ലൊരു ഫീൽഡ്. അങ്ങനെ ആ സ്ഥലത്ത് കയറുകയും അവിടെ നിന്നപ്പോൾ അവർ ഒന്ന് ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് പറയുക. അപ്പോൾ 2020 സ്ഥലം സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിക്കണമെന്ന് തോന്നി. അന്ന് ഞങ്ങളൊരു സ്ഥലം കണ്ടു. ആ സ്ഥലം ഞങ്ങൾ സെയിൽ അഗ്രീഡായിട്ട് നടന്നില്ല. അപ്പോൾ തോമസ് എന്നൊരു ദൂത് പറഞ്ഞു, സഹോദര, അത് നടക്കാഞ്ഞത് ദൈവം വിശാലമായ തുറന്ന് തരാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അതിന് ആമീൻ പറഞ്ഞു. കാരണം ദൈവത്തിന് അങ്ങനെയാണ് പറയുന്നത്. റോമർ 8:28 ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപരം വിളിക്കപ്പെട്ടവർക്ക്. സഭാഹാളിൻ്റെ സെയിൽ നടന്നില്ലേലും നന്മയ്ക്കായിട്ട് കർത്താവ് എന്ത് ചെയ്യും? കൂടി വ്യാപരിക്കും. അത് ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ഞങ്ങൾ വന്ന് പറഞ്ഞു, നമുക്കെന്നാൽ പ്രാർത്ഥിക്കാം. ഈ സ്ഥലം ഇവർ വിൽക്കാൻ പോവല്ലേ, എപ്പോഴേലും വിൽക്കും, നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളോടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചർച്ച് വാങ്ങിക്കാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവ് തന്നിരിക്കുന്നതിനായി സ്തോത്രം. അതും ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഒരിക്കൽ നമ്മളൊരു കാര്യം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിക്കരുത്. അതിന് യോഹന്ന വിശ്വസിക്കുക. 1 John chapter 5 verse 13 ഒരു വാക്യമുണ്ട്. ദിസ് ഈസ് മൈ കോൺഫിഡൻസ് ഇൻ ഹിം ഇഫ് ഐ ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അക്കോർഡിംഗ് ടു ഹിസ് വിൽ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഹി വിൽ ഹിയർ മൈ പ്രയേഴ്സ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവഹിതമാണ്. ദൈവജനത്തിന് കൂടാനൊരു സ്ഥലം വേണം, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി സ്ഥലം വേണം. അപ്പോൾ ഞങ്ങളോടൊന്ന് ഇത് ഞങ്ങൾ തന്നിരിക്കുന്നതിനായി സ്തോത്രം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് വിൽക്കാനായിട്ട് വരുന്നു. പണമില്ല, ഫണ്ട്സ് ഇല്ല. അങ്ങനെ ഞങ്ങൾ സെയിൽ അഗ്രീഡായി. കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മാസം അതിൻ്റെ ഫൈനൽ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയി. ഈ മാസം കർത്താവ് അനുവദിച്ച ജൂലൈ 25-ാം തീയതി കർത്താവിൻ്റെ ദാസൻ തങ്കുവേറും തോമസ് ഒട്ടുകേറും ഉദ്ഘാടനം ചെയ്യും. ഡെഡിക്കേറ്റ് ചെയ്യും. അത് ആണ് ഞങ്ങളുടെ എന്നാ പറയുന്നത്, ദൈവം നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് റെഡ് കാർപ്പറ്റ് അല്ല. സിസിയുടെ പ്രൊഫഷൻ എന്തുവാ? ഞാൻ നഴ്സാ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇദ്ദേഹം പാസ്റ്റർ എന്നുള്ള നിലയിലേക്ക് വന്നു. അപ്പോൾ ഈ പറയുന്ന ഫെയ്ത്ത്, അതായത് ഇപ്പം സഭാ ഹോളിന് വേണ്ടി പ്രാർത്ഥിച്ചു പറയുന്നുണ്ടല്ലോ, എല്ലാം നന്മയ്ക്ക് കൂടി വ്യാപരിക്കും, ഇതെല്ലാം സിസിക്ക് അത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഒരു പാസ്റ്റർ വൈഫ് എന്നുള്ള നിലയിലേക്ക് ബൈ പ്രൊഫഷൻ നേഴ്സാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഒരു പാസ്റ്റർ വൈഫ് എന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ആദ്യമൊക്കെ കാരണം 4 പേരാണ് കുഞ്ഞുങ്ങൾ. അവരവിടെ ജനിച്ച് വളർന്ന പിള്ളേരാ. പിന്നെ ജോലി ഉണ്ട്,
ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ ചർച്ചുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഒന്നാമത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. കാരണം ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടത്, ഒരു വൈഫ് എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ക്ഷമയാണ്. അതെ. കാരണം 4 പേരെ നോക്കുക, പിന്നെ പലപ്പോഴും രണ്ടുപേരും കൂടെ ഒന്നിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്താലൊക്കെയാണ് ഞാനൊരു ഓപ്പണായി. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ചിലപ്പം രാജു ഭയങ്കര തിരക്കായിരിക്കും, ചർച്ചിലെ കാര്യങ്ങളും ജോലിയെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക, മുറിവുറുപ്പുകൾ വരാവുന്ന, ഞാനും ഹ്യൂമനാണ്, വരാവുന്ന സാഹചര്യങ്ങളാണ്, ജോലിക്കുമൊക്കെ പോകും. പക്ഷെ കർത്താവ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ കർത്താവ് ഭംഗിയായിട്ട് തന്നെയാണ് നടത്തിയിട്ടിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവ് വരാതെ എല്ലാ മേഖലകളിലും വളരെ ഫുൾ സപ്പോർട്ട് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സമയമൊന്നും ഞാൻ എടുക്കാറ്. മിക്കവാറും ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ ടൈമിലുള്ള കോൾ. അതെ, അതാണ്. പിന്നെ നടക്കുന്ന വഴിക്കെല്ലാം ഞാൻ മിക്കവാറും ആരും അറിയില്ലേ പോലും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ മുമ്പിൽ നിൽക്കേണ്ട സമയമായിരിക്കുകയാണെങ്കിൽ പോലും കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കും. ഏത് പ്രൊഫഷൻ ആണെങ്കിലും വൈഫ് ഫുൾ സപ്പോർട്ട് കൊടുത്ത് നിന്നാലും പറ്റും. പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ് ആകുമ്പോൾ അവർക്ക് അത്രയും കൂടി സപ്പോർട്ട് വേണം. അതാണ് തീർച്ചയായിട്ടും. നോർത്തേൺ അയർലൻഡിലെ മലയാളി സമൂഹത്തെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ടൊക്കെ അവിടെ ചെന്ന ഒരു 20 വർഷം മുമ്പ് അവിടെ എത്തിയ ആളല്ലേ? അപ്പം അതെ, നോർത്തേൺ അയർലൻഡ് മലയാളികൾ ആദ്യകാലങ്ങളിൽ കുറവായിരുന്നു. ഫോറസ്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഞങ്ങളായിരുന്ന സ്ഥലത്ത് വിദേശികൾ വളരെ കുറവായിരുന്നു, ആരും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് പേപ്പർ വന്നിട്ടുണ്ട്, ഓവർസീസ് നഴ്സസ് ട്രാവൽ ടു ബെൽഫാസ്റ്റ് ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ന് ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. അപ്പം അത് 20 വർഷം മുമ്പ്, 23 വർഷമായി. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ അല്ല 5 വർഷത്തിനുള്ളിൽ ഒരു വലിയൊരു വേവ് ഓഫ് ആൾക്കാർ, ഒരു വലിയൊരു ഫ്ലോ ഉണ്ടായി. സ്റ്റുഡൻ്റായിട്ട്, ഹെൽത്ത് കെയറിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ, IT, ഒരു വലിയൊരു മൂവ് ഉണ്ടായി. 20 വർഷത്തിൽ പരമായി ഞാൻ നോർത്തേണിലുണ്ട്. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ചെന്ന സമയത്ത് അവിടുത്തെ പത്രങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് വന്നു, ഓവർസീസ് നഴ്സസ് ടു ട്രാവൽ ടു ബെൽഫാസ്റ്റ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു വന്നു. കാരണം അന്ന് വളരെ കുറവ് ആൾക്കാർ. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഹെൽത്ത് കെയറിൽ, ഹോസ്പിറ്റാലിറ്റി, സ്റ്റുഡൻറ്റ്, ഇങ്ങനെ വിവിധ മേഖലകൾ, IT, ഒരു വലിയ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി. നമ്മുടെ മലയാളികളുടെ ധാരാളം ആൾക്കാർ, എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ സീനിയർ കെയറായിട്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട്, അങ്ങനെ ആരോഗ്യ മേഖലയിലുള്ള അനേകം ആൾക്കാർക്ക് ഇവിടുന്ന് വരാനൊരു അവസരം ഉണ്ടാവുകയും ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും അനേക കുടുംബങ്ങൾ സെറ്റിലാവുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മളവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വിവിധ സാമൂഹിക സേവനങ്ങൾ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കുടുംബജീവിതം തകർന്നും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും അവിടുത്തെ നിയമങ്ങൾ അറിയാതെ വരുന്നതുമായ സാഹചര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് പോലെ അവിടെ പെരുമാറിക്കഴിഞ്ഞാൽ, അല്ല സാഹചര്യം ഉണ്ടായാൽ, രാജ്യത്തിൻ്റെ നിയമം, ഇപ്പം നമ്മളൊന്ന് ഒരു സൗണ്ട് എടുത്ത് സംസാരിച്ചാൽ പോലും അതൊരു വെർബൽ അബ്യൂസാണ്. അങ്ങനെ മദ്യം, കുടുംബകലഹം, ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി വിവിധ സാഹചര്യം, വിവിധ കുടുംബങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ അതിൽ ചർച്ച് എന്ന നിലയിലും നമ്മളായിരിക്കുന്ന റീച്ച് വൈൽഡ് ഓർഗനൈസേഷൻ നമ്മൾ വളരെ ശക്തമായി അതിലിടപെടുകയും അവർക്ക് വേണ്ട കരുതലും സപ്പോർട്ടും പ്രാർത്ഥനകളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അപ്പോൾ അവിടെ ചർച്ച ലൈവാണ്. ഓക്കെ. അപ്പോൾ ഈ സീനിയർ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറാണല്ലോ. അതെ. അപ്പം നമുക്ക് വരുന്ന കുട്ടികൾക്കാണ് ഇപ്പം അതിൻ്റെ ആവശ്യമുള്ളത്, അവിടെ താമസിക്കുന്നവർക്കെല്ലാം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഇഷ്യൂ ആണോ? തീർച്ചയായിട്ടും. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഒരാൾക്ക് ഡോക്ടറെ ചെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണറെ കണ്ടാൽ അതൊരു കുറച്ചിലായിട്ട് ഇന്നും നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. എന്നാൽ ഒരു പനി വന്നാലോ ചുമ വന്നാലോ നമ്മൾ ഹൈ എൻഡ് ചികിത്സയ്ക്ക് പോകും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ, അല്ല ഞാൻ കണ്ടുവന്നതിൽ വെച്ച്, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ, ഒരു സ്ട്രോക്ക് വരുന്ന പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതാ തുടക്കത്തിലെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ, ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന മെഡിസിൻ മാത്രമല്ല, ബയോസൈക്കോ സോഷ്യൽ അപ്രോച്ച്, അതിനെ കൗൺസിലിംഗ് നടത്താം, CBT തെറാപ്പികൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഇതിൽ നിന്ന് റിലീഫ് ആകാൻ പറ്റും. പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്.
കുടുംബജീവിതങ്ങളുടെ തകർച്ച. കാരണം ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് നിന്ന് താമസിക്കുക, ചേഞ്ച് ഓഫ് ലൊക്കേഷൻ, ചേഞ്ച് ഓഫ് ക്ലൈമറ്റ്, പിന്നെ ചേഞ്ച് ഓഫ് ജോബ്. മേ ബി ഇവിടെ ഹൈ എൻഡ് ജോബ് ചെയ്തിട്ടായിരിക്കും അവിടെ വന്നിട്ട് ഒരു ബേസിക് വേജ്, മിനിമം വേജ് കിട്ടുന്ന ജോബിലോട്ട് മാറുന്നത്. അല്ലെങ്കിൽ വൈഫിന് ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ഭർത്താവിന് ഡിപ്പെൻഡൻറ്റ്, പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നു. ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ അവിടെ കിട്ടത്തില്ല. അവിടെ നമ്മൾ സിറ്റുവേഷൻ. അപ്പം മാനസിക സമ്മർദ്ദം വളരെ നീടാണ്. അപ്പോൾ തന്നെ വേറെ ബാധ്യതകൾ കാണും, സാമ്പത്തിക ബാധ്യതകൾ കാണും, ആരോഗ്യ പ്രശ്നങ്ങൾ, ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾ. അതെ പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഒരു ഇനീഷ്യലി നമ്മൾ മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ഇപ്പോൾ ഈ സ്റ്റുഡൻ്റായിട്ട് വന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആദ്യകാലത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഹെവി സ്റ്റുഡൻറ്റ് ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അത് അവർ പഠിച്ചു കഴിയുമ്പോൾ വീട്ടണം. ഒരു മിനിമം ഒരു 30-40 lakhs ബാധ്യത കാണും, അതിൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ ബാക്കി വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടിൽ പലർക്കും വളരെ മോശമായിരിക്കാം. ഈ ആൾ പഠിച്ചിട്ട് വേണമായിരിക്കും ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അല്ലെ സിബ്ലിങ്സ് ഇവരെ ഡിബേറ്റ് ചെയ്യുമായിരിക്കും, അല്ലെ പേരൻസ് വെയിറ്റ് ചെയ്യുമായിരിക്കും. വന്നു കഴിയുമ്പം എംപ്ലോയർ എടുക്കുക ജോലി പ്രഷർ കാണും, ജോലിക്ക് പോകാൻ സാഹചര്യം കാണും, തണുപ്പ്, പിന്നെ ക്ലൈമറ്റ് ഒരു പ്രധാനം. പലർക്കും ഡ്രൈവിംഗ് അറിയത്തില്ല. കൾച്ചറൽ ഡിഫറൻസ് ഒരു വലിയ ഇഷ്യൂ. തീർച്ചയായിട്ടും. അപ്പം ഇതിനെല്ലാം ഒന്ന് പറയുന്ന ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ. കാരണം നമ്മളെ ക്രിയേറ്റർ ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ ദ ക്രിയേഷൻ. എല്ലാത്തിനും മുമ്പിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു ആളുണ്ട്, ക്രിയേറ്ററെ. അതൊരു മെന്റൽ പ്രഷർ താങ്ങാൻ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ദൈവം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചോദിക്കും ദൈവം സൗഖ്യമാക്കുമെന്ന് ചോദിക്കും. അതിനോട് പലരും ചോദിക്കും ചോദ്യമാണ്, എന്നാൽ പിന്നെ മരുന്ന് വേണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെന്ന്. ദൈവം തന്നൊരു റിസോഴ്സാണ് മെഡിസിൻ. ദൈവം തന്ന റിസോഴ്സാണ് ഡോക്ടേഴ്സ്. അതിനെ നമ്മൾ യൂസ് ചെയ്താൽ ചെയ്യണം, വേണ്ട വിധത്തിൽ യൂസ് ചെയ്യണം. എല്ലാ റിസോഴ്സും മരുന്നിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാം. ദൈവം നമ്മൾ കുത്തി തന്നേക്കുന്നത്. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ആ മലയുടെ മുകളിൽ താഴോട്ട് ചാടിയാൽ പറ്റത്തില്ല. അപ്പം ദൈവം എന്ന റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഈ നോർത്തേൺ അയർലൻഡിൽ മലയാളി വിശ്വാസ സമൂഹത്തിൽ ആദ്യമായിട്ട് സഭാ ഹാള് വാങ്ങിയത് ഹെവൻലി ഫീസ്റ്റ് ആണോ? അതെ, നോർത്തേൺ അയർലൻഡിൽ വിശ്വാസ സമൂഹത്തിൽ ആദ്യമായിട്ട് ചർച്ച് വാങ്ങിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ ഹെവൻലി ഫീസ്റ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ വർദ്ധിക്കുക. സഭാ ഹാളും കൊണ്ട് നമ്മൾ ഒതുങ്ങരുത്. നമ്മളെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൽ ഒരു ചർച്ച് ഹാളും സെമിത്തേരി ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സെറ്റായെന്നാണ്. അവിടെ പിന്നെ സെമിറ്ററി പ്രോബ്ലം ഇല്ല, ചർച്ച്. അപ്പം ദൈവം അടുത്ത റെസ്പോൺസിബിലിറ്റി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ അവിടെ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലോകത്തേക്കാൾ വലുതാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മീൻസ് ജോലിയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റണേ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ വർക്കിൽ മാത്രം നമ്മൾ കറക്റ്റായിട്ട് അതിന് ടൈമുണ്ട്. അപ്പം എല്ലാ ദിവസവും വീക്ക് ഡേയ്സ് ആണെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി എന്നാ പറയുക 24/7 ആൻസർ ചെയ്യാൻ ആളുകളുണ്ട് കൂടെ. ഇഷ്ടംപോലെ സഹോദരങ്ങളെ കർത്താവ് വന്നിട്ടുണ്ട്. ഒരു മനസ്സ്, അത് അപ്പോൾ തന്നെ അവിടെ വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്നവരും നമ്മളും എല്ലാം ഒരു മനസ്സോടെയാണ്. അപ്പോൾ ആദ്യമകാലത്ത് അപ്പോസ്തലന്മാർ അങ്ങനെയല്ലായിരുന്നു. അവർ ദൈവ റോൾ ഇൻ വൺ അക്കോർഡ് ആൻഡ് വൺ മൈൻഡ്. അന്നേരമാണ് പരിശുദ്ധാത്മാഭിഷേകത്തോടെ വരികയും ആ ഒരു ഉണർവ് നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ നമ്മളും ഒറ്റ വിഷനിൽ ഒരു മനസ്സോടെ നിന്നാലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർ ചോദിച്ചു സഹോദരങ്ങളുണ്ടോയെന്ന്. എന്നാൽ ക്രിസ്തുവിൽ അനേക സഹോദരങ്ങളെയും സഹോദരിമാരെയും കർത്താവ് തന്നു. അത് നമ്മുടെ ഇതല്ല, ഓൾ ബൈ ഹിസ് ഗ്രേസ്. ഞാൻ പറഞ്ഞു ആദ്യകാലത്ത് നമ്മളൊരു കീബോർഡ് വായിക്കാൻ ആളെ റെൻ്റ് എടുക്കേണ്ട കാലമുണ്ടായിരുന്നു. ഇന്ന് കീബോർഡ് വായിക്കാൻ നമ്മൾ അലോക്കേഷൻ ഇടണം, ഈ ആഴ്ച ഇന്നത് വായിക്കാം. അങ്ങനെ ആ ഒരു ലെവലിലോട്ട് കർത്താവ് അതിനെ എത്തിച്ചു. അപ്പോൾ തന്നെ തകർന്നു വന്ന കുടുംബങ്ങൾ ദേശത്തൊരു വലിയ സാക്ഷ്യമായിട്ട് അനേകരെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. അപ്പം ചില വ്യക്തികളെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവനൊന്നും രക്ഷപ്പെടത്തില്ല. കാരണം മദ്യപാനം, ഗാംബ്ലിങ്, കുടുംബജീവിതം, എല്ലാ ഏരിയാസിലും പരാജയപ്പെട്ട വ്യക്തികൾ ഈ ഉണർവിൽ വരികയും ഹെവൻലി ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ തകർന്നവർക്ക് വേണ്ടിയുള്ളത് വരികയും അവരെ കർത്താവ് അങ്ങ് ഉയർത്തും പറഞ്ഞാൽ അവർ ഇവിടെ വന്നു അവർക്ക് എങ്ങനെയും ജീവിതത്തിൽ ഇന്നവരെ സമാധാനം അനുഭവിച്ചിട്ടില്ല.
ഇപ്പോൾ എന്നെ ഇവിടെ പറഞ്ഞു വിട്ട ബ്രദർ, സിസ്റ്ററിൻ്റെ കസിൻ, ഒരു സഹോദരനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. രാത്രിയിലൊരു 6 മണിയായപ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിലായിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക. അതല്ലാതെ ഒരു മാർഗ്ഗമില്ല. ആത്മഹത്യ ചെയ്യും. ഇദ്ദേഹം പിടിച്ചുകൊണ്ട്, സിസ്റ്ററിൻ്റെ കസിൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ ഒരു മാജിക്കും ഇല്ല. കാരണം ബൈബിൾ പറഞ്ഞിരിക്കുക, അറുപ്പാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും ആ പിശാച് വരുന്നത്, കൊല്ലുവാനും എഴുതിയിട്ടുണ്ട്. ഹി ദ ഡെവിൾ കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്, നിങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതിൻ്റെ അടുത്ത വാക്യം പറഞ്ഞേക്ക് ജോൺ 10:10, ബട്ട് ഐ ഹാവ് കം ടു ഗീവ് യു എ ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. ഇത് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം വന്നിരിക്കും, ഇത് ആത്മഹത്യ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ വചനം പറയുകയും, വചനം എന്ന് പറയുന്നത് ദൈവമാണല്ലോ, ദൈവത്തിൻ്റെ എവറി വേർഡ് ഇസ് ബ്രത്ത്, ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവവചനം. വചനങ്ങൾ സംസാരിക്കുകയും യേശുവിൽ ആണ് വിടുതൽ, യേശുവിലാണ് സൗഖ്യമെന്ന് പറയുന്ന സമയത്ത് 2-3 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം, എനിക്കൊന്നുണ്ട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ഇരുന്നപ്പോൾ അദ്ദേഹം ഞാൻ എന്ത് ചെയ്യണമെന്ന് പുള്ളിങ്ങോട് ചോദിക്കുക. അവനൊന്നും ചെയ്യണ്ട, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം കർത്താവിനെ, യേശുവാണ് എൻ്റെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക. ബൈബിളിൽ വാക്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ദ വേർഡ് ഈസ് നിയർ യുവർ മൗത്ത് ആൻഡ് ഇൻ യുവർ ഹാർട്ട്. അല്ലേ? ദൈവവചനം നിനക്ക് സമീപം, നിൻ്റെ ഹൃദയത്തിലും എൻ്റെ വായിലും ഇരിക്കുന്നു. പക്ഷെ അത് വെളി പറയാൻ പിശാച് സമ്മതിക്കത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്ന എൻ്റെ വെല്ലിപ്പച്ചൻ എന്നെ 4-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചത്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പം ഞാനന്ന് വിചാരിച്ചിരിക്കുന്ന വൈകിട്ട് ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ് കേൾപ്പിച്ചാലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പോൾ ഇത് ജീവിതത്തിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് മനസ്സിലായി, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അതല്ല പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാണ് എന്ത് ചെയ്തു, അധികാരം കൊടുത്തു. ഇപ്പം ഈ സഹോദരൻ ഇത് ഏറ്റു പറയുകയും പുള്ളി വന്ന മാറ്റം നമ്മൾ കണ്ടു അവിടെ വെച്ച് തന്നെ. മുഴുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോവുക. ഈ സഹോദരൻ, സിസ്റ്ററിൻ്റെ കസിൻ സഹോദരൻ തിരിച്ച് പോവുക. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സഹോദരനെ വിളിച്ച് ഈ സഹോദരൻ പറയുകയാണ്, നാളുകൾക്ക് ശേഷം സ്വസ്ഥതയോടെ ഒന്ന് ഉറങ്ങി. അപ്പോൾ തന്നെ മലയാളത്തിൽ കേൾക്കുന്ന തൻ്റെ പ്രിയനാണ് ഉറക്കത്തിൽ കൊടുക്കുമെന്ന്. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന ദ ലോർഡ് ഗീവ്സ് സ്ലീപ്പ് ടു ഹും ഹി ലവ്സ് എന്ന്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇരുന്ന് ഉറങ്ങാൻ പറ്റിയ ദൈവത്തിൻ്റെ കൃപയാന്ന് ഓർത്താൽ മതി. കാരണം ഒരു പാരം ഇല്ലാത്ത ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ടെൻഷനും ഉറങ്ങാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞ കാര്യം, ഞാൻ ഉറങ്ങി. ഇന്ന് അവർ സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നുണ്ട്. ഇതിനകത്ത് കർത്താവ് ചെയ്തതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. മലയാളി കുടുംബങ്ങൾക്കെതിരെ ആക്രമണവും വിവേചനവും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്. എത്രത്തോളം അതിൻ്റെ അകത്തൊക്കെ വസ്തുതയുണ്ട്? നമ്മൾ വാർത്തകളിൽ കാണുന്നത് വളരെ ചുരുക്കപ്പെട്ട സംഭവമാണ്. കാരണം നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമുള്ളൊരു രാജ്യമാണ്. അവിടെ കൂടുതലും റിലീജിയൻ്റെ പേരിലാണ് വഴക്ക് നടക്കുന്നത്. റേസിസം ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടുത്തുകാർ തന്നെ 2 ഗ്രൂപ്പായിട്ട് റിലീജിയൻ ബേസിലാണ് അത് പേരുകൾ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് മലയാളികൾ, ഇതുവരെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മലയാളികൾക്കെതിരെ വിവേചനം, മലയാളികൾക്കെതിരെ അങ്ങനെയല്ല. ഇല്ല, അവിടുത്തെ ചില പ്രശ്നങ്ങളുണ്ട്, പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. ഈ പത്രങ്ങളും അല്ലെ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന ഇഷ്യൂസ് ഒന്നും അവിടെ ഇല്ല. സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ പ്രശ്നമില്ല. എന്നാൽ അങ്ങനെ ഒരു ആക്രമണം ഒരാൾക്ക് നേരിട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരാക്രമണം നേരിട്ടാൽ ഉടനെ ക്രൈസിസ് നമ്പേഴ്സ് ഉണ്ട്, 999, ഫയർ, പോലീസ്, ആംബുലൻസ്. ഇത് വിത്തിൻ 5 മിനിറ്റ്സുള്ളിൽ നമ്മൾ വിളിക്കുന്നത് വരും. വിളിക്കുമെന്ന് തന്നെ ചോദിക്കും, ഏതാ സർവീസാണ് വേണ്ടത്, പോലീസാണോ, ആംബുലൻസ് ആണോ, ഫയർ ആണോ. ഈ നോൺ എമർജൻസി ആണെങ്കിൽ 101. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കിട്ടും. പിന്നെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനുണ്ട്. ഇപ്പം സ്ത്രീകൾക്ക് നേരെയാണെങ്കിൽ വുമൺ സൈഡ്, അവർ അങ്ങനെ എല്ലാത്തിനും ഒരു സംവിധാനങ്ങളുണ്ട്. പിന്നെ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇപ്പം മദ്യപിച്ച സ്ട്രീറ്റിൽ കൂടെ ഞാൻ പോകും, എനിക്ക് ഇഷ്ടമുള്ള പോലെ, ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരും. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ മീഡിയ കാണുന്ന ഇപ്പം ഈയിടെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് ഉണ്ടായ ഇഷ്യൂസാണ്.
അതിനെ നല്ലതായിട്ട് ടാക്കിൾ ചെയ്യുവാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് സാധിച്ചു. ഓക്കെ. അവിടുത്തെ ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ അവിടുത്തെ പോലീസിന് സാധിച്ചു. അതായത് വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ നാട്ടിലുള്ളവരോട് തുറന്ന് പറയാൻ മടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ പലപ്പോഴും വീട്ടിൽ അവർ കുടുംബങ്ങളോട് ഷെയർ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ സാഹചര്യവും നമ്മുടെ അവസ്ഥകളും നമ്മൾ കടന്നു പോകുന്ന ആ വിഷയങ്ങൾ ഷെയർ ചെയ്താൽ നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവൽ, അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും, അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ചിലപ്പോൾ ജോലിയില്ലായിരിക്കാം, റെൻ്റ് അടയ്ക്കാൻ പൈസ കാണത്തില്ല, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പൈസ കാണത്തില്ല, ഫീസ് അടയ്ക്കാൻ പൈസ കാണത്തില്ല, എന്നാലും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പം അത് നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ച കുഞ്ഞുങ്ങളാണ് കൂടുതൽ. ഇപ്പോൾ കുടിയേറ്റമാണല്ലോ. അതെ. അപ്പോൾ അവർക്ക് നോർമലി ഒരു ഇഷ്യൂ അല്ലെ, നല്ല ജോലി, ഇവിടെ നാട്ടിൽ നല്ല ജോലി ചെയ്തു, പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു, ഒരു ചെറിയ നിലയിൽ ജോലി ഉണ്ട് വരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര മെൻ്റൽ സ്ട്രഗിൾ അല്ലേ? ഉറപ്പായിട്ടും. അത് ആ ഒരു എന്നാ പറയുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു ഹൈ എൻഡിൽ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് വേറൊരു നമ്മൾ ഈ മീഡിയയിൽ കാണുന്ന ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്. ലണ്ടൻ ഇസ് ദിസ്, ന്യൂയോർക്ക് ഇസ് ദിസ്, ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വി ആർ കമ്മിങ് ഇൻ ടു ദ റിയാലിറ്റി. റിയാലിറ്റി എന്നാ? ഞാൻ ജോലി ചെയ്താലേ എനിക്ക് പൈസയുള്ളൂ, ഞാൻ ജോലി ചെയ്യുന്ന അവേഴ്സിന് എനിക്ക് പൈസ കിട്ടത്തുള്ളൂ, ഞാൻ ടാക്സ് അടയ്ക്കണം. അപ്പോൾ തന്നെ നമ്മുടെ വിസയെ പറഞ്ഞിട്ടുണ്ട് നോ റീകോഴ്സ് ടു പബ്ലിക് ഫണ്ട്സ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടും ഈ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പെർമനൻറ്റ് റെസിഡൻസി, അതായത് ഇപ്പോൾ 5 വർഷമാണ്, 5 years അവിടെ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്താൽ മാത്രമേ, സ്റ്റുഡൻ്റ് അല്ല, 5 years വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്താൽ മാത്രമേ പെർമനൻറ്റ് റെസിഡൻസി കിട്ടത്തുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നോ റീകോഴ്സ് ടു പബ്ലിക് ഫണ്ട്സ്, അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു സപ്പോർട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, നമ്മൾ ജോലി ചെയ്താലേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വിസ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതെ, അതെല്ലാം സോൾവ് ആയോ? വിസ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ നിയമങ്ങൾ മാറി. പണ്ട് സ്റ്റുഡൻസ് വന്നവർക്ക് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യായിരുന്നു, അവർക്ക് ജോലി ഒഴിക്കാൻ എളുപ്പമായിരുന്നു. അത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനാണ്, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഡിപ്പെൻഡിനെ കൊണ്ടുപോകാൻ എന്തോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രൊഫഷണൽ ഇമിഗ്രേഷൻ അഡ്വൈസർ അല്ല, എന്നാൽ നമ്മൾ പത്രങ്ങൾ വായിച്ചുള്ള അറിവിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ ഇഷ്യൂസ് എല്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ലോ ഓഫ് ദ ലാൻഡ്, അത് എവിടെയാണെങ്കിലും ഒബേ ചെയ്താൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മളൊരു ഷോർട്ട് കട്ടിൽ കൂടെ പോയാൽ നടക്കത്തില്ല. യേശുവിനെ അതല്ല പറഞ്ഞു, ഐ എം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വേറെ ആരിൽ കൂടെ നിങ്ങൾക്ക് വെറുതെ വരാൻ പറ്റത്തില്ല. ഐ എം ദ ഒൺലി വേ, ഐ എം ദ ഒൺലി വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പോൾ ആ ഒരു വഴി എപ്പോഴും എന്നെ പണ്ട് പറയാറില്ലേ, മാർഗം എന്നാ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കണം. മാർഗം കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക, ഡൈവേർട്ട് ചെയ്യരുത്. ഒറ്റ വഴി, യു വിൽ നോ ദ ട്രൂത്ത്. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് സെറ്റ് യു ഫ്രീ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. അപ്പോൾ ആ ക്രിസ്തുവിന് സത്യം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് തന്നെ പോകണം. ജിജോ ബ്രദർ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആണല്ലോ. അപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ സിസ്റ്ററെ മുമ്പേ പറഞ്ഞതുപോലെ മാനസിക പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു വിഷയം ഉണ്ടായാൽ അത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമോ, ഞാനൊന്ന് കുടിക്കുന്ന വെച്ച് മദ്യപിക്കുന്നല്ലേ ഉള്ളൂ, ഞാൻ മദ്യപിച്ച കിടന്ന് ഉറങ്ങുമല്ലേ, ഒരു ശല്യം എന്നെ കൊണ്ടില്ലല്ലോ വിചാരിക്കുമ്പോൾ ആ ഒരു അഡിക്ഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുടുംബത്തെ മുഴുവൻ ഫുൾ ബാധിക്കും. കുടുംബം എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കാനും കൂട്ടായ്മ കൂടാനും അല്ലെങ്കിൽ ആ സന്തോഷം പങ്കിടാനും എല്ലാം ഉള്ളതാണ് കുടുംബം. അത് വീടിനകത്ത് ഹാപ്പിനെസ് ഇല്ല എങ്കിൽ ഈ പിള്ളേർ ഡൈവേർട്ടായി പോകും. അതായത് എല്ലാ ബ്ലെസ്സിങ്ങിൻ്റെയും, തങ്കൂർ എപ്പോഴും പറയാറുണ്ട്, ഫാമിലി ലൈഫ് ഈസ് ദ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ദ റൂട്ട് ഓഫ് എവറി ബ്ലെസ്സിങ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും റൂട്ട് എന്ന് പറയുന്ന കുടുംബജീവിതം. അത് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മൾ ഫെയിലിയറാണ്. അപ്പം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും. ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയാണ്. അതായത് ഞങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ സഭായോഗത്തിൽ പോകണ്ട, കടല വാങ്ങിച്ചുകൊണ്ട് പാർക്കിൽ പൊക്കോളം പറയും. അതാണ് സോൾവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതാണ് അതിൻ്റെ നല്ല കാര്യമാണ്. കാരണം അത് സ്വന്തം വീട് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചർച്ച നോക്കാൻ പറ്റത്തില്ല. അപ്പം സിസ്റ്റർ ചോദ്യത്തിന് ഡൈവേർട്ടായി പോവുക. അപ്പം കുടുംബത്തിൽ പ്രശ്നം. ഇപ്പോൾ അഡിക്ഷൻ കാരണം നമ്മൾ ഒത്തിരി കുടുംബങ്ങളെ അധികം നമ്മളൊരു 20 years പ്ലസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പല ഇതുപോലത്തെ സാഹചര്യം ഇടപെട്ടിട്ടുണ്ട്.
കൗൺസിലിംഗ് കൊടുക്കും. അല്ല, ഇത് ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഫോൺ കോൾ വരിക, ബ്രദറെ ചൈന പോലീസ് പിടിച്ചുകൊണ്ട് പോയി, ആദ്യകാലത്ത് വന്നൊരു കോള്. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കേസ് സ്റ്റേഷനില്ല, ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുക, സഹോദരങ്ങളെല്ലാം കൂടെ. അപ്പോൾ ഉടനെ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയുക, ഫാസ്റ്റർ തോമസ്, വി വിൽ ഗീവ് ഹിം ബെയിൽ, നോ പ്രോബ്ലംസ്. ഓക്കെ, നമ്മളിപ്പോൾ സന്തോഷമായി, പുള്ളി നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയല്ലോ. പുള്ളി ഇറങ്ങി വെളി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ സർജൻ വന്ന് പറയാ, ക്യാൻ യു സൈൻ ദിസ്? നോക്കിയപ്പോൾ എന്നാ, അൺടിൽ ഹി ഗെറ്റ് എ റെസിഡൻസ്, പെർമനൻറ്റ് പ്ലേസ് ടു ലീവ്, യു ഹാവ് ടു അക്കോമഡേറ്റ് ഹിം. സൈൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആദ്യകാലത്തെ അനുഭവം. ഞങ്ങൾ എന്ത് ചെയ്തു, സൈൻ ചെയ്തു. ആ സഹോദരനെ 56 ദിവസം കൂടെ താമസിപ്പിച്ചു. അന്ന് ഞങ്ങളുടെ സിസിയുടെ പേരൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളേ ഉള്ളൂ. കൊച്ചു വീടാണ്. ഞങ്ങളുടെ ലിവിങ് റൂമിൽ ഒരു സോഫയിൽ അദ്ദേഹം കിടക്കുക 56 ദിവസം. പക്ഷെ കർത്താവിൻ്റെ കരുണയാൽ കർത്താവിലൂടെ മകനെ കൊണ്ടുവരാനും കുടുംബമായി അവരെ നടത്താനും കർത്താവ് സഹായിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പ്രവൃത്തി കൂടാത്ത വിശ്വാസം പറ്റത്തില്ല. നമ്മളിത് പറയുമ്പം തന്നെ ചെയ്യണം. ഒരു സാക്രിഫൈസ് എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഈ കുടിയേറ്റം ഭയങ്കര കോമൺ ആണല്ലോ. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് വരും. അവർക്കിടയിൽ കൗൺസിലിംഗ് ചെയ്യേണ്ട ഇങ്ങനത്തെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഉണ്ട്. ഇന്ന് തന്നെ കേൾക്കുന്ന UK-ലുള്ളവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബിഹേവിയർ ഇഷ്യൂസോ, ഇപ്പോൾ മെയിൻലി കോമൺലി ഇപ്പോൾ എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് ASD, ADHD, ഇതൊക്കെയുള്ള സാഹചര്യം. അപ്പം നമ്മളത് കഴിവ് തന്നെ മാസ്ക് ചെയ്യുക പേരൻസ്. നമ്മുടെ ഒരു കാരണം ഒരു നാണക്കേട് പോലെ പക്ഷെ അങ്ങനെയല്ല. ഇതിനെല്ലാം ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇത് മാറാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി കെയർ നിങ്ങളുടെ GP കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോൾ ഉള്ളവരെ കാണുകയും ഞങ്ങളതിനെ നിങ്ങൾ സൈൻ പോസ്റ്റ് ചെയ്യുകയും, അതെല്ലാം മിക്കവാറും GP സർജറിയിൽ എല്ലായിടത്തും ഓരോ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അയക്കുന്ന സർജറിയിൽ 10,000 പേഷ്യൻസാണ് ഉള്ളത്. ആ 10,000 പേഷ്യൻറ്റിന് ഒരു പ്രാക്ടീഷണറാണ് ഞാൻ. അപ്പോൾ ആ വീടുകളിൽ എവിടെ ആർക്ക് വന്നാലും നമ്മുടെ അടുക്ക് വരികയും അങ്ങനെ. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു സഹായം നേടിക്കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണം കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വരികയും അവർക്ക് കുഞ്ഞിന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം മിസ്സായി. അപ്പോൾ സംസാരിച്ച് അസസ് ചെയ്തപ്പോൾ ആ കുഞ്ഞിനൊരു ഓട്ടിസത്തിൻ്റെ ട്രൈറ്റ്സാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള റെഫറൽ ചെയ്യുകയും സ്കൂളിൽ ലെറ്റർ കൊടുക്കുകയും, അപ്പോൾ അവനൊരു ആൻസൈറ്റി ഉണ്ട്, സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. മറ്റുള്ളവർ, അതായത് നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവൻ നോക്കുമ്പോൾ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ കൗൺസിലിംഗ് ഉണ്ട്, പല ലേണിംഗ് സ്കിൽസ് ഉണ്ട്, ഇവർക്ക് വേണ്ടി പ്രത്യേക സ്കൂളുകളുണ്ട്, അല്ലെ പ്രത്യേക സപ്പോർട്ട്സ് ഉണ്ട്, പേരൻസിന് സപ്പോർട്ടുണ്ട്, ഇവരുടെ കെയറേഴ്സിന് സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഒരു വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പ്രൈമറി കെയറിൽ തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ പറ്റും. ഈ റിസോഴ്സസ് എല്ലാം വിദേശ രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. അതെ, പക്ഷേ ഇന്ത്യയിൽ ഇതെല്ലാം അവൈലബിൾ ആണോ? ഇന്ത്യയിൽ ഇതുപോലെ ഒരു എന്നാ പറയുന്ന കേസസ് കുറവാണ്. അവിടെ അത്രയും കേസസ് ഇവിടെ ഇല്ല, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇവിടെ ഇല്ല. അപ്പോൾ തന്നെ പിള്ളേരിൽ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പീഡിയാട്രീഷ്യനെ കാണുക, ന്യൂറോ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക, ഇങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരെണ്ണയിലും ഉണ്ട് ഉറപ്പാണ്. അപ്പം എനിക്കറിയാവുന്ന, ഞാൻ വായിക്കുന്ന സ്ഥലത്ത് കോട്ടയത്ത് നമുക്ക് 2 സ്ഥലങ്ങളറിയാം ഇങ്ങനെ അസസ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഒരു പീഡിയാട്രീഷ്യനെ കാണുക, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം അവൈൽ ചെയ്യുക. ഇതിനെല്ലാം റിസോഴ്സസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. മക്കള് 4 പേരല്ലേ? അതെ. അവരെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മക്കളെക്കുറിച്ച് പറയുമ്പോൾ സിസ്റ്റർ, ഞങ്ങൾ 2 പേരും പേഴ്സണലി പിള്ളേരോട് പറഞ്ഞ കാര്യമുണ്ട്. അത് അത് എന്തുമാത്രം പ്രാക്ടിക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ഇഫ് യു ക്യാൻ, ദൈവത്തിൻ്റെ സാധ്യത കാര്യമാണ് ഞാൻ പറയും. ഡാഡിയും മമ്മിയും ചെയ്യുന്ന മക്കളെല്ലാം ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡാഡിയും മമ്മിയും ചെയ്യുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്. ഈ ഒരു ബോൾഡ്നെസ് നമുക്ക് കുടുംബങ്ങളിൽ ക്രിസ്തു വിശ്വസിക്കുന്നവർ അല്ലെ കർത്താവ് വിശ്വസിക്കുന്ന വീടിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊന്നും തെറ്റിപ്പോകത്തില്ല. സാറ് ഡാഡി പറഞ്ഞു, ഡാഡിയും മമ്മിയും ചെയ്യുന്ന എന്ത് കാര്യവും ചെയ്യാം, അതിലപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വളർന്നു വന്നൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻറ്റ്. നിങ്ങൾ അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്?
me personally, going into school, obviously the culture is very different there. Okay. It's very heavily on drinking, partying, vaping, getting with other people. That's the culture in all schools all across the UK, especially when you're going into your teenage years. People will come to you with different things, with peer pressure. But the main thing is my parents have taught me, you can do whatever you want. They might not see it, but God will see you. Okay. So I had that faith that God is going to see what I'm doing. So why would I hurt God? So I was able to, I've been, asked, do you want to try this, or do you want to go out and do this thing? But I have that spirit inside of me that has helped me to discern and to prevent going into that wrong path. Because once you have that Holy Spirit activated in you, you're able to tell yourself, no, I don't need to be in a place that doesn't, mess with my spirit, Yeah. അത് നിങ്ങൾ മാതാപിതാക്കളുടെ ഒരു വലിയ എന്താ പറയുന്നത്, ഇതന്നൊരു വാക്ക് പറയാൻ നേരത്തിൽ അച്ചീവ്മെൻ്റ് ആണ്. കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ അല്ല, ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്കത് മനസ്സിലായല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റി, അവരത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്ന വലിയ സന്തോഷമുള്ള കാര്യം. സേറ പറഞ്ഞത് ഞാൻ ഇച്ചിരിയൊക്കെ പോളിഷ് ചെയ്ത് പറഞ്ഞു. സേറ അവിടെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്. ഓക്കെ. കാരണം പല വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഡ്രഗ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ആൽക്കഹോള്, വെയ്പ്പിങ്, സ്മോക്കിങ്, പാർട്ടിങ്, ഇതെല്ലാം ഹൗസ് പാർട്ടി, ഇതെല്ലാം അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ അന്നേരം ഞങ്ങളെ ഹൈഡ് ചെയ്യണേ ചെയ്യാം. പക്ഷെ അവിടെ ഉള്ളിലൊരു സീഡ് കിട്ടി. അതാ പത്രോസ്ലീഹ പറയുന്നത്, യു ഹാവ് ബീൻ ബോൺ നോട്ട് ഓഫ് എ കറപ്റ്റബിൾ സീഡ് ബട്ട് ഓഫ് എ ഇൻകറപ്റ്റബിൾ സീഡ് വിച്ച് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനമെന്ന എന്നേക്കും നിലനിൽക്കുന്ന വിത്ത് ഉള്ളിൽ കൊടുത്താൽ ഇത് വളരും. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇന്ന് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലത്. മക്കൾ ദൈവം തരുന്ന ദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പം ദൈവം തന്നൊരു ഗിഫ്റ്റാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരെ നടത്തേണ്ടത് കർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അവരെ നടക്കേണ്ട വഴി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ആ റെസ്പോൺസിബിലിറ്റിയാണ് മാതാപിതാക്കളുടെ. ഒരു ആൺകുഞ്ഞിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവിടെ പപ്പായും, ഒരു പെൺകുഞ്ഞിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവിടെ അമ്മയും. അവർ ചെയ്യുന്നതാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുകയാണ് പറഞ്ഞ് ദൈവവചനം പറഞ്ഞിരിക്കുക, നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. ഇത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനം. ക്രിസ്മസ് ഏറ്റവും കൂടുതൽ ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നത്. ബട്ട് ക്രൈസ്റ്റിനെ മാറിയിട്ട് എക്സ് ആയിപ്പോയി അവിടെ, എക്സ്മസ് ആക്കി. അപ്പോൾ യേശുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കും. എങ്ങനെ ജനിച്ചത്? മിറക്കിളായിരുന്നു. ഈസ്റ്റർ ആഘോഷിക്കും. എന്താ ഈസ്റ്റർ? ചിന്തിക്കാൻ പറ്റുമോ? 3 ദിവസം കല്ലറയെ കൊണ്ട് വെച്ചു, ക്രൂശിച്ചു, കല്ലുരുട്ടി വെച്ചു, ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇത് രണ്ടും വിശ്വസിക്കുക കഴിഞ്ഞാൽ പിന്നെ തേർഡ് മിറക്കിൾ നിങ്ങളാകും. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്തോ ഒരു സന്ദേശം കൊടുക്കാനുണ്ട്. മലയാളി പ്രേക്ഷകരോട് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ്, നിൻ്റെ സകല ഭാരവും കർത്താവിൻ്റെ വഴി കൊടുക്കുക. ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. ഈസ് എ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു ഭാരത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് സേറയെ വിടുവിച്ച കർത്താവ്, അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന കർത്താവ്, അല്ല ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ഫെയ്ത്ത് ഇന്ന് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ കടന്നു വന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ മുമ്പിരിക്കുന്ന വെല്ലുവിളികൾ, തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, അല്ലെങ്കിൽ ആകുല ചിന്തകൾ, ഇതിനെല്ലാം ഒറ്റ ആൻസറേ ഉള്ളൂ: ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഇൻ ജീസസ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.